ബംഗ്ലാദേശിലേക്ക് ഇരമ്പിക്കയറി മ്യാൻമാറിലെ വിമതസേനയായ അരാക്കൻ ആർമി. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് 270 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ പിടിച്ചടക്കി കഴിഞ്ഞിരിക്കുന്നു അരാക്കൻ ആർമി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക സേന തോറ്റു പിന്മാറിക്കൊണ്ടിരിക്കുന്നു. അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞ് ഭയന്നോടുകയാണ് ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക സേന. ഇന്ത്യൻ അതിർത്തിയിൽ, പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഡ്രോണുകളെയും സൈന്യത്തെയും വിന്യസിച്ച് ഇന്ത്യയെ നിരീക്ഷിക്കുന്ന തത്രപ്പാടിലായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബംഗ്ലാദേശിൻ്റെ സൈന്യം. അതേസമയം മറുഭാഗത്ത് നിന്ന് ഒരു പണി വരുന്നത് ബംഗ്ലാദേശിൻ്റെ സൈനികരോ അല്ലെങ്കിൽ ഇൻ്റലിജൻസോ തിരിച്ചറിഞ്ഞില്ല. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന രാജ്യത്തെ ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യയാണ്. അതിനുശേഷം പട്ടിണി കിടന്ന ബംഗ്ലാദേശിനെ കൈപിടിച്ചുയർത്തിയത് ഇന്ത്യ. ഇന്ത്യയിലെ സ്കൂളുകളിൽ കുട്ടികൾ നൽകിയ നയാ പൈസ, അണപ്പൈസ കൊണ്ട് ബംഗ്ലാദേശിൻ്റെ പട്ടിണി മാറ്റി ഭാരതം. ആ ഭാരതം ഒടുവിൽ ചെയ്തത് കോവിഡ് സമയത്ത് ഏറ്റവും അധികം ലോകത്താവശ്യമായി വന്ന കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് നൽകി ആ രാജ്യത്തെ സഹായിച്ചു. എന്നിട്ടും പാല് കൊടുത്ത കൈക്ക് കടിക്കുകയായിരുന്നു, കൊത്തുകയായിരുന്നു ബംഗ്ലാദേശ് എന്ന നന്ദിയില്ലാത്ത വർഗം ചെയ്തത്. ഇന്ത്യയോട് കൊമ്പുകോർക്കാൻ വന്നു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിനുള്ളിലെ ഹിന്ദുക്കളെയും ബുദ്ധമതക്കാരെയും തെരുവിലിട്ട് കൈകാര്യം ചെയ്തു. ഹിന്ദു വേട്ടയും ബുദ്ധമത വേട്ടയും നടന്നു ബംഗ്ലാദേശിൽ. യാതൊരു നീതീകരണവും ഇല്ലാത്ത തരത്തിൽ പൈശാചികമായ ക്രൂരമായ ആക്രമണം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരെയും ബുദ്ധമത വിഭാഗങ്ങൾക്കെതിരെയും നടന്നു. ഒടുവിൽ ഇന്ത്യ ഇടപെട്ടു, നയതന്ത്ര തലത്തിൽ ഇടപെട്ടു. ഒടുവിൽ ഇന്ത്യയുടെ ഭരണകൂടത്തിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നു. ഇനിയും ബംഗ്ലാദേശിൽ ഹിന്ദുവേട്ട തുടർന്നാൽ ഞങ്ങൾ സൈനികമായി ഇടപെടും. ആ ഘട്ടത്തിലാണ് ബംഗ്ലാദേശ് ഇന്ത്യൻ അതിർത്തികളിൽ ശക്തമായ സേനാവിന്യാസം നടത്തിയത്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യൻ അതിർത്തികൾ മുഴുവൻ നിരീക്ഷണത്തിലാക്കി. അതുകൂടാതെ തന്നെ കൂടുതൽ സേനയെ ഇന്ത്യയുടെ അതിർത്തികളിൽ വിന്യസിച്ചു. അതേസമയം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ കരുത്ത് തിരിച്ചറിയാൻ പറ്റാത്ത മണ്ടത്തനമാണ് ബംഗ്ലാദേശ് ചെയ്തത്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്, ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രി ആര്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര്, ഇന്ത്യയുടെ സൈനിക ഉപദേഷ്ടാവ് ആര് എന്നൊക്കെ തിരിച്ചറിയേണ്ട വിവേകം ബംഗ്ലാദേശിന് വേണ്ടിയിരുന്നു. ഒടുവിൽ ഇന്ത്യയുടെ സൈനിക മുഖ്യ ഉപദേഷ്ടാവായ അജിത് ഡോവൽ പണി തുടങ്ങി. അധികം വൈകാതെ അജ്ഞാതൻ ബംഗ്ലാദേശിൽ തന്നെ ഇറങ്ങി. ഒരു കാലത്ത് കാനഡയെയും പാകിസ്ഥാനെയും ഒക്കെ വിറപ്പിച്ചിരുന്ന അജ്ഞാതൻ്റെ വരവോടുകൂടി ബംഗ്ലാദേശിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. ഈ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. ഇന്ത്യ പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ ഹിന്ദു വേട്ട നിർത്തൂ, നിങ്ങൾ ബുദ്ധമത വേട്ട നിർത്തൂ, നിങ്ങൾ ക്രൈസ്തവ വേട്ട നിർത്തൂ. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കിരാതമായ അക്രമങ്ങളെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് മുഹമ്മദ് യൂനിസ് സർക്കാരിന് കഴിയാതെ പോകുന്നത്? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് വിമതന്മാരാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്. അപ്പോഴും ഷേഖ് ഹസീനയ്ക്ക് അഭയം നൽകി ഇന്ത്യ. കാരണം ഇതൊരു സഹോദര രാജ്യമാണ് എന്ന പരിഗണന കൊണ്ട്. അതിന് പിന്നാലെ ഇന്ത്യയോടുള്ള വിരോധം മൂത്തുകൊണ്ട് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ മുഴുവൻ കൊന്നെടുക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്ലാമിക തീവ്രവാദികൾ ആരംഭിച്ചത്. അവിടെ ഹിന്ദുക്കളെ മാത്രമായിരുന്നില്ല, ബുദ്ധമതക്കാരെ, ക്രൈസ്തവരെ, മതന്യൂനപക്ഷങ്ങളെ, ജൈനരെ അടക്കം അവിടെ ആക്രമിച്ചു. തെരുവിൽ അവരുടെ വീടുകൾ കത്തിച്ചു, അവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. അപ്പോൾ ഇന്ത്യ ഇടപെട്ടു. ഇന്ത്യ ഇടപെട്ട പലതവണ കർശനമായ നിർദ്ദേശം നൽകി. ഒടുവിൽ രാജ്യത്തെ RSS എന്ന പ്രസ്ഥാനത്തിന് ഇടപെടേണ്ടി വന്നു. RSS നൽകിയ താക്കീത് ബംഗ്ലാദേശിൻ്റെ ചങ്കിൽ തറയ്ക്കേണ്ടതാണ്. മേലാൽ ഹിന്ദുവേട്ട ആവർത്തിച്ചാൽ ഞങ്ങൾ തീർക്കും. അവിടെയും ഇന്ത്യക്കെതിരെ വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ഉയർത്തിയത്. ഇന്ത്യയിൽ ജിഹാദ് നടത്തണം, ഇന്ത്യയെ പൂർണ്ണമായും പിടിച്ചടക്കണം, 2047 ഇന്ത്യയിൽ മതഭരണം കൊണ്ടുവരണം, ശരീഅത്ത് നിയമപ്രകാരം ഭരണം നടത്തുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വരണം. ഇതായിരുന്നു ബംഗ്ലാദേശിലെ മത തീവ്രവാദികളുടെ ഏറ്റവും വലിയ ആഗ്രഹം. തെരുവുകളിൽ, ബംഗ്ലാദേശിൻ്റെ തെരുവുകളിൽ ഇന്ത്യക്കെതിരെ ജിഹാദ് ആഹ്വാനം നടത്തി. ഇന്ത്യയിൽ മതഭരണം കൊണ്ടുവരണം, ഇന്ത്യയിൽ കലാപം സൃഷ്ടിക്കണം,
ഡൽഹിയിൽ ഇന്ത്യയുടെ പതാക താഴ്ത്തിക്കെട്ടി മതഭരണത്തിൻ്റെ പതാക ഉയർത്തണം. ഇതായിരുന്നു മത തീവ്രവാദികൾ ബംഗ്ലാദേശിൽ വെല്ലുവിളിച്ചത്. അപ്പോഴും അവർ ചിന്തിക്കാതെ പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അജിത് ഡോവൽ എന്നൊരു നേതാവ്, ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യക്കുണ്ട് എന്ന ആ കാര്യം മറന്നുപോയി. അധികം വൈകാതെ ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിൽ വലിയ കലാപങ്ങളുണ്ടായി. അരാക്കൻ സേന എന്ന മ്യാൻമാറിലെ വിമത വിഭാഗത്തിലെ പ്രബലന്മാർ ബംഗ്ലാദേശിലേക്ക് കടന്നുകയറി പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പിടിച്ചു. ബംഗ്ലാദേശിൻ്റെ ആർമി ഭയന്ന് പിന്തിരിഞ്ഞോടി. ബംഗ്ലാദേശിൻ്റെ 270 കിലോമീറ്റർ സ്ഥലം പിടിച്ചെടുത്തു അരാക്കൻ ആർമി. ബംഗ്ലാദേശിൻ്റെ പകുതിയോളം ഭൂമി പിടിച്ചെടുത്തിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെ സിംഹഭാഗവും പിടിച്ചെടുത്തിരിക്കുന്നു. സെന്റ് ആൻഡ്രൂസ് ഐലൻഡ് എന്ന ബംഗ്ലാദേശിൻ്റെ തന്ത്രപ്രധാനമായ കേന്ദ്രം അരാക്കൻ ആർമി പിടിച്ചെടുത്തിരിക്കുന്നു. അരാക്കൻ ആർമി ഇനി ബംഗ്ലാദേശ് ഭരിക്കുന്ന കാലം വിദൂരമല്ല. അരാക്കൻ ആർമി മാത്രമല്ല, പിന്നാലെയുണ്ട് മ്യാൻമാറിലെ വിമത സായുധ സൈന്യം ബംഗ്ലാദേശിലേക്ക് ഇരമ്പിക്കയറുകയാണ്. ഇത് ചരിത്രപരമായ വിധിയാണ്. ബംഗ്ലാദേശ് ഇരന്നു വാങ്ങിയ വിധിയാണിത്. ഈ അരാക്കൻ ആർമി ആരാണ്? അരാക്കൻ ആർമി മ്യാൻമാറിലെ സായുധ വിമത സേനയാണ്. ആ വിമത സേനയ്ക്ക് അമേരിക്കയുടെ സൈനിക സഹായമുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ബംഗ്ലാദേശിലെ മുന്നേറ്റത്തിന് പിന്നിൽ അമേരിക്കയാണെന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. പക്ഷേ ഒരു അജ്ഞാതൻ്റെ കരങ്ങളുണ്ട്. ആ അജ്ഞാതൻ ആര് എന്നുള്ളത് ഏവർക്കും ബോധ്യമാകുന്നതാണ്. അജിത് ഡോവലിൻ്റെ ബുദ്ധി മ്യാൻമാറിലെ ഈ അരാക്കൻ ആർമിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശ് ആകെ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാർ ആകെ ഭയന്ന് വിറച്ചിരിക്കുന്നു. അരാക്കൻ ആർമിയുടെ മുന്നേറ്റത്തിന് പിന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടുകയാണ് ബംഗ്ലാദേശിൻ്റെ ഔദ്യോഗിക സേന. ഷെയ്ഖ് ഹസീന നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിനെ ഛന്ന ഭിന്നമാക്കുവാൻ, ബംഗ്ലാദേശിനെ കീറി മുറിച്ച് പുതിയൊരു രാജ്യമുണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ആ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ ആക്രമണം. ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും അതിർത്തികൾ സംയോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു പുതിയ രാജ്യത്തിൻ്റെ പ്രഖ്യാപനമാണ് അരാക്കൻ ആർമി നടത്തുന്നത്. ആ അരാക്കൻ ആർമിയുടെ പിന്നിൽ വലിയൊരു ശക്തിയായി ഡോവലിൻ്റെ സൈന്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് ബംഗ്ലാദേശിന് അനിവാര്യമായ തിരിച്ചടിയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെ പിന്നിൽ നിന്ന് കുത്തി പലതവണ ഇന്ത്യ വളർത്തി വലുതാക്കി, ഇന്ത്യയുടെ വിഭവം കൊണ്ട് വളർന്ന് വലുതായ ഒരു രാജ്യം മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചുകൊണ്ട് മതം മാത്രം വലുതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെതിരെ പരസ്യമായ വെല്ലുവിളി നടത്തി. ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യത്തെയും തകർക്കാനുള്ള വമ്പൻ തീവ്രവാദ ശ്രമങ്ങൾ നടത്തി. അപ്പോഴും ഇന്ത്യ മിണ്ടാതിരുന്നു. ഒരു അയൽ രാജ്യമാണ്, ഒരു സഹോദര രാജ്യമാണ്, ഒന്നുമല്ലെങ്കിൽ പണ്ടൊരു ചോരയായിരുന്ന രാജ്യമാണ്. അങ്ങനെ ഒരു ചിന്ത ബംഗ്ലാദേശിന് എപ്പോൾ ഇല്ലാതായോ അന്ന് ഇന്ത്യ കൈവിട്ടു. ഇപ്പോൾ ഇതാ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലേക്ക് വിമതസേന ഇടിച്ചു കയറുകയാണ്, ഇരമ്പിക്കയറുകയാണ്. ഇനി അധികം വൈകാതെ ബംഗ്ലാദേശിനെ ഛന്ന ഭിന്നമാക്കി അവർ കീറി മുറിക്കും. അങ്ങനെ അഹന്ത, ഇസ്ലാമിക ഭീകരന്മാരുടെ അഹന്ത ഒരിക്കൽ കൂടി ഇല്ലാതാകും. ഇതൊക്കെ കണ്ട് ഊറിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയും അജിത് ഡോവലും അമിത്ഷായും. അനിവാര്യമായ ഗതികേട്, അനിവാര്യമായ വീഴ്ച ഇരന്നു വാങ്ങുകയായിരുന്നു ബംഗ്ലാദേശിൻ്റെ ഭരണകൂടം. മുഹമ്മദ് യൂനിസ് ഒരു നൊബേൽ സമ്മാന ജേതാവാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചപ്പോൾ ഇന്ത്യയടക്കം പിന്തുണച്ചത് മുഹമ്മദ് യൂനിസിനെയാണ്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ വിപരീതമായി ഒരു മത സർക്കാരിനെ പോലെ, ഒരു ഇസ്ലാമിക ഭീകരവാദികളെ പോലെ പെരുമാറുകയായിരുന്നു മുഹമ്മദ് യൂനിസ് സർക്കാർ. അതിന് കിട്ടിയ അനിവാര്യമായ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു.